പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറുപടിയില്ലാത്ത ചില പ്രാർത്ഥനാ വിഷയങ്ങളുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കാമോ ഈ പ്രവചന സന്ദേശം? മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവ് ഇന്ന് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: യഹോവേ, നീ ദൈവമാണ്, ഞാൻ അങ്ങയുടെ ദാസനാ, ഇതൊക്കെ അങ്ങ് പറഞ്ഞിട്ടാണ് ചെയ്തത്, ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഏലിയാവിൻ്റെ ഒരു ഹ്രസ്വമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഉടനെ ആകാശത്ത് നിന്ന് തീയിറങ്ങി യാഗത്തെ കത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ വചനഭാഗം നമുക്ക് സുപരിചിതമാണ് അല്ലേ? നോക്കിയേ, ബാലിൻ്റെ 850 പ്രവാചകന്മാർ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ബാലിനെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ബാലൊരു ശക്തിയാണ് കേട്ടോ, ആ ദേശത്തെ മുഴുവനും സ്വാധീനിച്ചുകൊണ്ടിരുന്നൊരു ശക്തിയാണ്. എന്നാൽ ഇപ്പോൾ ബാലിന് ചലിക്കാൻ പറ്റുന്നില്ല. ദൈവസാന്നിധ്യം വഹിച്ച് നടക്കുന്ന ഏലിയാവ് അവിടെ ഉള്ളതുകൊണ്ട് ആമേൻ, ദൈവം ഒരു പ്രത്യേക പരിധി ഇട്ടേക്കുക. അതിൻ്റെ വെളിയിലാണ് ബാല് നിൽക്കുന്നത്. വിശ്വസിക്കാമോ? എനിക്ക് നിങ്ങൾക്കും ഒരു കഴിവുമില്ലെങ്കിലും, എനിക്ക് നിങ്ങൾക്ക് മാനുഷ്യമായിട്ട് ഒരു ശക്തിയില്ലെങ്കിലും, എൻ്റെ നിങ്ങളുടെ കൂടെ ചലിക്കുന്ന ദൈവസാന്നിധ്യം, എൻ്റെ നിങ്ങളുടെ കൂടെ വ്യാപരിക്കുന്ന അഭിഷേകം എനിക്ക് നിങ്ങൾക്കും അത് പ്രൊട്ടക്ഷൻ കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സാത്താൻ ദൈവസേനയിൽ ചെന്ന് വാദിക്കുന്നൊരു പദമുണ്ട്: നീ ഇയ്യോബിനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ സർവ്വസമ്പത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഉണ്ടോ? പഴയ നിയമത്തിൽ ഒരു ഭക്തന് ദൈവം ഇങ്ങനത്തെ വേലി നൽകിയെങ്കിൽ പുതിയ നിയമ മക്കളാകുന്ന നമുക്ക് എത്രയോ ദൂതന്മാരുടെ അകമ്പടി ഉണ്ടെന്നുള്ള കാര്യം ഞാനും നിങ്ങൾ മറക്കരുത്. ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിൽ നിൽക്കുന്ന പലരും ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ആമേൻ. നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടെ ദൈവസേന യാത്ര ചെയ്യാനുള്ള ദൈവശബ്ദമാണ് കർത്താവ് ഇന്ന് രാവിലെ തന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കാണ് ഏലിയാവ് നിന്ന്, പക്ഷേ ഏലിയാവിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ആ ദൈവം അവനെ കരുത്തനാക്കി മാറ്റി, ശക്തനാക്കി തീർത്തു. ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈതലേ, എന്നെ നിന്നെ കരുത്തനാക്കി മാറ്റുന്നൊരു സ്വർഗമുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ദൈവത്തിൻ്റെ കരുതൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. നോക്കിയേ, ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഉടനെ ആകാശത്ത് തീ ഇറങ്ങി. ആമേൻ. ഏലിയാവ് പറഞ്ഞതെല്ലാം ദൈവം പറഞ്ഞിട്ടാണെന്ന് പ്രൂഫ് ചെയ്യുന്ന, ആളിൽ തെളിയിക്കുന്ന ഒരു ദൈവിക ഇടപെടിയിലാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആമേൻ. എന്താ അവിടെ സംഭവിച്ചത്? ആകാശത്ത് തീയിറങ്ങി യാഗത്തെ കത്തിക്കുകയാണ്, യാഗപീഠത്തെ കത്തിക്കുകയാണ്, മണ്ണിനെ ഉൾപ്പെടെ കത്തിക്കുകയാണ്. കണ്ടോ? ആമേൻ. മലിനമായി കിടക്കുന്ന, പാപനിമിത്തം മലിനമായി കിടക്കുന്ന, ആമേൻ, വ്യഭിചാര നിമിത്തം, ഇസബേലിയ ദുർവ്യാപാരങ്ങൾ നിമിത്തം മലിനമായി കിടക്കുന്ന ആ ദേശത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വമിറങ്ങി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വല്ലഭത്വമിറങ്ങി ഒരു വലിയ വിടുതൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാവ് എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യൻ്റെ കൂടെ ഒരു ദൈവപ്രവൃത്തി നടന്നപ്പോൾ ദേശം മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് ബാലിൻ്റെ ശക്തികളെ മുഴുവനോടെ തകർത്ത് തരിപ്പണമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈതലേ, പ്രമാണത്തിനു വേണ്ടി ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെടലുകൾ വന്നെന്നിരിക്കാം. ആമേൻ. തിരസ്കരണങ്ങളും കൂടെ നിൽക്കുന്നവരിൽ നിന്ന് പോലും കുറ്റപ്പെടുത്തലുകളും വന്നെന്നിരിക്കാം. പക്ഷേ നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ടെന്നുള്ള കാര്യം, മറന്നു പോകാത്തൊരു സ്വർഗമുണ്ടെന്നുള്ള കാര്യം, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നതിന് മുമ്പ് മറുപടി തരുന്നൊരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏലിയാവിനെ പോലെ നമുക്കും ഏൽപ്പിച്ചു കൊടുക്കാം. മറുപടി ഇല്ലാതിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയത്തിനകത്ത്, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് അപ്പച്ച ഞങ്ങളുടെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇതുവരെ കാണാത്തൊരു ദൈവിക പ്രവൃത്തി, ഒരു ദൈവിക വിടുതലുകൾ സ്ഥാപിച്ച പ്രിയപ്പെട്ടവരുമേ കൈമാറുന്ന ദൈവകൃപകൾക്കായിട്ട് നന്ദി. സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.